കൃഷ്ണ ഗുരുവായൂരപ്പ. ഓരോ വിശിഷ്ട ദിനങ്ങളിലും ഞാൻ പോയി പ്രാർത്ഥിക്കാറുള്ള ഒരു അമ്പലമാണ് മഹാലിംഗപുരം അയ്യപ്പൻ ടെമ്പിൾ. ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അയ്യപ്പനും ഗുരുവായൂരപ്പനുമാണ് പ്രതിഷ്ഠ. മഹാലിംഗപുരത്തുള്ള ഈ അയ്യപ്പൻ ടെമ്പിൾ മലയാളീസിൻ്റെയാണ് കേട്ടോ. ഒരുപാട് മലയാളീസ് അവിടെ വരാറുണ്ട്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഇന്ന് ഞാൻ രാവിലെ മുതൽ കൊണ്ട് പല യൂട്യൂബേഴ്സിൻ്റെയും ഗുരുവായൂരമ്പലത്തിലുള്ള ഉണ്ണിക്കണ്ണന്മാരെ കണ്ടു കഴിഞ്ഞ് നേരെ ഞാൻ വൈകുന്നേരം നമ്മുടെ മഹാലിംഗപുരത്തുള്ള ഉണ്ണിക്കണ്ണന്മാരെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ പ്രൊസഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാനിവിടെ വന്ന് കണ്ട കാഴ്ചയാണിത്. ഉറിയടിക്കുള്ള തയ്യാറെടുപ്പാണ്. ഈ കാണുന്നതാണ് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ പാട്ടുകാരി സുജാത മാമിൻ്റെ ഹസ്ബൻഡാണ്, മോഹൻ സാറാണ് അവിടെ ഉള്ളത്. എല്ലാ വിശിഷ്ട ദിനങ്ങളിലും അദ്ദേഹവും അവിടെ വന്ന് ചേരാറുള്ളതാണ്. അങ്ങനെ ഒരുപാട് കണ്ട് നല്ല പരിചയമായി. അദ്ദേഹവും ഇതുപോലെ ഇവിടെ നിന്ന് വീഡിയോസ് എല്ലാം എടുക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. എന്തൊരു കൗതുകമായ കാഴ്ചയാണിത്. ഒരുപാട് ഉണ്ണിക്കണ്ണന്മാർ പ്രൊസഷനെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രദക്ഷിണം വെച്ച് പുറത്തേക്ക് വന്ന് ഉറിയടി തുടങ്ങി. കണ്ണന്മാരും രാധമാരും എല്ലാവരും കുട്ടി കുട്ടി കണ്ണന്മാർക്ക് തനിയെ ഉറിയടി അടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ പേരൻസാണ് അവരുടെ കൂടെ നിന്ന് ഉറിയടിക്കാൻ സഹായിച്ചത്. എല്ലാ ഉണ്ണിക്കണ്ണന്മാരും സുന്ദരൻ സുന്ദരിമാരായിരുന്നു. കൂടുതൽ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി ഈ ഒരു ഉണ്ണിക്കണ്ണനെ. ചിരി കണ്ടോ, എന്തൊരു ഭംഗിയാ. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു എന്തൊരു ക്യൂട്ടാണ്, സോ ക്യൂട്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഈ ഉണ്ണിക്കണ്ണനെ അവരവരുടെ ക്യാമറയിലേക്ക് പകർത്തുന്നത് കണ്ടു. അടുത്തതായി രാധയുടെ ഉറിയടിയാണ്. രാധമാരും ഒരുപാട് നല്ല ഭംഗിയുള്ള രാധമാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടി രാധമാരും വലിയ രാധമാരും എല്ലാവരും ഉറിയടിച്ച് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അവരെ കൊണ്ടാവുന്ന ശക്തിയിൽ ഉറിയടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഓരോ ഉരുക്കുള്ളിലും ഓരോരോ സമ്മാനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചിലത് ചോക്ലേറ്റ്സ് വീഴുന്ന കണ്ടു, ചിലതിൽ കുങ്കുമത്തിൻ്റെ വെള്ളം വീഴുന്നത് കണ്ടു, ചിലതിൽ പൂക്കൾ. അങ്ങനെ 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 ഓരോരോ ചട്ടികളിലും ഓരോരോ സംഭവമാണ് അവർ അതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാ വേറെ ഒരു രാധ ഉറിയടിക്കുന്നു. എല്ലാവർക്കും ഉറിയടിച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ശേഷം ക്ഷേത്രത്തിൻ്റെ അകത്ത് ദീപാരാധനയ്ക്ക് ശേഷം നൃത്തനൃത്യങ്ങൾ, മൈലാപ്പൂരുള്ള ഒരു ഡാൻസ് സ്കൂളിൻ്റെ അവതരണമാണ് ഈ കാണുന്നത്. ചെറിയ ചെറിയ കുട്ടികളും ഹൗസ് വൈഫ്സും എല്ലാവരും ഈ നൃത്തങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ശ്രീമന്നാരായണനാണ് ഇപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്ന നൃത്തം വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ശ്രീകൃഷ്ണൻ്റെ ബാല്യകാലം മുതൽ കൊണ്ടുള്ള പൂതനയുമായിട്ടുള്ള സ്റ്റോറിയും അന്നത്തെ രാധയും ഒത്തുള്ള ആ ഒരു കളികളും അങ്ങനെയുള്ള എല്ലാം സ്റ്റോറി രൂപത്തിൽ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കണ്ണനും നല്ല ഭംഗിയുള്ളൊരു കണ്ണനായിരുന്നു. എല്ലാ കണ്ണന്മാരും ഭംഗിയുള്ള കണ്ണന്മാർ അല്ലേലും ഈ കൃഷ്ണവേഷം കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒറിജിനൽ കണ്ണൻ്റെ ഒരു ഫീലല്ലേ. അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി നമ്മളും ക്ഷേത്രത്തിൽ ചെന്ന് നന്നായി ആഘോഷിച്ചു. വളരെ സന്തോഷമായ ഒരു ദിവസം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.